ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതി പ്രിയന്റെ വീട്ടിലേക്ക് വന്ന് പ്രിയന്റെ അമ്മയോട് മാപ്പ് പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോഴാണ് പ്രിയന്റെ അമ്മ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ പ്രിയന്റെ അമ്മ പാർവതിയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്തിനാണ് ഇനി ഇവിടേക്ക് വന്നത്? എന്തിനാ പ്രിയ ഇവളെ ഈ വീട്ടിലേക്ക് കയറ്റിയിരുത്തിയത്? നിനക്ക് ഇവളെ ആട്ടി ഇറക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പാർവതി പറയണ, അമ്മയുടെ ദേഷ്യപ്പെടലിന് ഒരു ന്യായമുണ്ട്. ഞാൻ അങ്ങനെ ഒരു തെറ്റല്ലേ അമ്മയുടെ മോനോട് ചെയ്തത്. അതിന് അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. അമ്മ എന്നെ അടിച്ചാലും ഞാൻ അത് നിന്നുകൊള്ളും എന്ന് പറയുമ്പോൾ പ്രിയം പറയണ, അമ്മ ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും അമ്മ ദേഷ്യപ്പെട്ടോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാർവതി അമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ മോനോട് ഞാൻ ചെയ്ത ദ്രോഹത്തിന് എന്ത് പറഞ്ഞാലും കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയന്റെ അമ്മയുടെ കാലിലേക്ക് വീണ് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയന്റെ അമ്മ പെട്ടെന്ന് അങ്ങ് ശാന്തമാവുകയാണ്. എന്നിട്ട് പാർവതിയെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് എണീപ്പിക്കുകയാണ്. എന്താ മോളെ നീ ഈ കാണിക്കുന്നത്? കാലിലൊക്കെ വീഴുന്നത് എന്തിനാണെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ പ്രിയൻ തന്നെ അതിശയിച്ചു പോവാണ്. ഇത്രയും നേരം ദേഷ്യപ്പെട്ട് നിന്നിരുന്ന അമ്മ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് തണുത്തത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് തൊഴുതുകൊണ്ട് പാർവതി പറയാണ്, അമ്മയുടെ മോനോട് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഞാൻ അമ്മയുടെ മോനെ മനസ്സിലാക്കാതെയാണ് അമ്മയുടെ മോനെ ഞാൻ സംശയിച്ചത്. അമ്മ എന്നെ അന്ന് വന്ന് കണ്ട ശേഷം, എന്നെ ശപിച്ച ശേഷം എനിക്ക് എന്താണെന്ന് അറിയില്ല. എൻ്റെ ജീവിതത്തിൽ അന്നു മുതൽ ഇതുവരെയും എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിട്ടില്ല. ഓരോരോ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ നിങ്ങളുടെ മകനോട് മാപ്പ് ചോദിച്ചപ്പോഴും നിങ്ങളുടെ മകൻ അത് അംഗീകരിക്കുന്നില്ല. നിങ്ങളെങ്കിലും എനിക്ക് പറ്റിയ ഈ തെറ്റിന് നിങ്ങളെങ്കിലും എന്നോടൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പാർവതി തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രിയന്റെ അമ്മയ്ക്ക് വല്ലാതെ അങ്ങ് സങ്കടം വരിക കേട്ടോ. പാർവതിയെ ആ ഒരു സംസാരവും അവർ നിൽപ്പൊക്കെ കാണുന്ന സമയത്ത് പാർവതി പറയണേ, എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും അമ്മയ്ക്ക് മാറിയില്ലെങ്കിൽ എന്നെ എത്ര വേണമെങ്കിലും അമ്മ അടിച്ചോളൂ എന്ന് പറയട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് പ്രിയന്റെ അമ്മ അങ്ങ് അതിശയിച്ചു പോവാണ്. എന്താണ് ഈ പെൺകുട്ടി ഇത്ര പാവമാണോ എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ ജയന്തി പറയണം, പാർവതി ഒരു പാവമാണ് അമ്മേ. അവൾക്ക് ഓരോ തെറ്റിദ്ധാരണ പുറത്താണ് പാർവതി പ്രിയനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അവളോട് ക്ഷമിച്ചേക്ക് അമ്മേ എന്ന് പറയുമ്പോൾ പ്രിയന്റെ അമ്മ പറയാണ്, എൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ച ഇവളോട് ക്ഷമിക്കാതിരിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് വലിയ ദുഷ്ടയൊന്നുമല്ല. അപ്പോഴെങ്കിലും നിനക്ക് എല്ലാ സത്യവും മനസ്സിലായല്ലോ. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ. അത് മതി. പിന്നെ ഇനി എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഒന്ന് ആലോചിച്ച ശേഷം മാത്രമാണ് ഓരോ തീരുമാനത്തിലെത്താവൂ എന്ന് പറഞ്ഞ് പാർവതിയെ തിരിച്ചങ്ങ് ഉപദേശിക്കുകയാണ്. എന്നിട്ട് പാർവതിയും ജയന്തിയും കൂടി പിന്നെ പ്രിയന്റെ വീട്ടിൽ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നീട് മുക്തയെ കാണാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് അരവിന്ദൻ വരികയാണ് കേട്ടോ. മുക്തയ്ക്ക് അരവിന്ദനെ കണ്ടതോടുകൂടി അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് മുക്ത ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, എന്താണ് അരവിന്ദ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് രണ്ടുപേർക്കും ഇന്ന് ബീച്ചിലേക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് ഇങ്ങനെ പെട്ടെന്നൊക്കെ വന്ന് പറയാൻ? ഇതൊക്കെ നേരത്തെ പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനത് നിന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ. നിന്റെ അമ്മയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നിന്റെ അമ്മ തന്നെയാണ് നിന്നോട് ഇതിനോട് കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നീ മുക്തയെ പോയി ഹോസ്റ്റലിൽ പോയി വിളിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ മുക്ത ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, അപ്പോൾ അമ്മ നിനക്ക് വിളിച്ചതാണോ? അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ട് നീ അങ്ങോട്ട് വിളിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അതിന് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും മുക്തയുടെ അമ്മയോട് ഒന്നും സംസാരിച്ചിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരിക്കാം, നമ്മുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാം, മാരേജിനെ കുറിച്ച് സംസാരിക്കാം, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അരവിന്ദൻ മുക്തയെ സോപ്പിടാൻ വേണ്ടി നോക്കുമ്പോഴൊക്കെ മുക്തയ്ക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ അരവിന്ദൻ ചോദിക്കുകയാണ്, എന്താ മുക്ത എന്നോടൊപ്പം വരാൻ എനിക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല അരവിന്ദ്, എനിക്കിപ്പോൾ തീരെ സുഖമില്ല. എന്തു പറ്റി? വല്ല ഹോസ്പിറ്റലിലേക്കും പോകണോ എന്ന് ചോദിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിപ്പോൾ പീരീഡ്സ് ആണ്. അതുകൊണ്ട് എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാനുള്ള ഒരു മൂഡില്ല. ഒരാഴ്ചത്തേക്ക് ഞാൻ എവിടേക്കും വരില്ല എന്ന് പറയട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഭൂമിക വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് മുക്ത ഇത് എന്ന് ചോദിക്കുമ്പോൾ മുക്ത ഒരു മൈൻഡില്ലാത്ത ഭാവത്തിൽ പറയണേ, ഇത് അരവിന്ദാണ് എന്ന് പറയട്ടോ. അപ്പോൾ അരവിന്ദിനോട് പറയണേ, ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അരവിന്ദ് കൈ കൊടുക്കുകയാണ് കേട്ടോ, ഹായ് മാഡം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഭൂമിക കൈയൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അരവിന്ദ് പറയണേ, കണ്ടില്ലേ മുക്ത, നീ പരിചയപ്പെടുത്തി കൊടുത്തത് ശരിയായില്ല. നീ പറയേണ്ടിരുന്നത് വെറും എൻ്റെ പേരല്ല, ഞാനാണ് നിന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി പോകുന്ന പയ്യൻ എന്നല്ലേ ഭൂമിക മാഡത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്. നീ എന്താ അങ്ങനെ പറയാതിരുന്നത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി ഭൂമിക പറയണം, അത് ശരി, നീയാണോ അരവിന്ദ്? എന്നോട് സത്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. മുക്തയുടെ അമ്മയെക്കുറിച്ച് പറയണേ, എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് സത്യ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ മുക്തയോട് ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഇങ്ങനെ പരിചയപ്പെടുത്തി തന്നത് മുക്ത? നീ ശരിക്കും പറയേണ്ടത് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ എന്ന് പറഞ്ഞിട്ടല്ലേ, എന്നിട്ട് എന്താ നീ വെറും അരവിന്ദ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയത് എന്ന് ചോദിക്കുക. എന്നിട്ട് ഭൂമിക അകത്തേക്ക് വിളിക്കുകയാണ്, ഓരോ കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാമെന്ന് പറയുമ്പോൾ, ഇല്ല ഞങ്ങളിപ്പോൾ പുറത്തേക്കൊന്ന് പോവാൻ നിൽക്കുകയാണ്, ഇടത്തിൻ്റെ അനുവാദം കൂടി വേണം എന്ന് പറയുമ്പോൾ, അതിനെന്താ
സത്യയോട് ചോദിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ആൻറ്റി തന്നെയാണ് എന്നോട് മുക്തയും കൂട്ടി പുറത്തൊന്ന് പോവാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് നടത്തുന്നതിനെ കുറിച്ച് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാനൊക്കെ പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്ങനെ എന്നാൽ നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറയണ. അപ്പോഴൊക്കെ മുക്ത നല്ല ദേഷ്യത്തിലാണ് കേട്ടോ അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത്. എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ മുക്തയോട് പറയണേ, നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്, സത്യം നല്ല പയ്യനെ തന്നെയാണ് നിനക്ക് കണ്ടെത്തിയിട്ടുള്ളത്, നീയും അവനും ഇനിയും ഇവനും തമ്മിൽ നല്ല ചേർച്ചയുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ മുക്തയ്ക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അരവിന്ദനെ ഒരുപാട് ഇഷ്ടമാവുകയാണ്. അങ്ങനെ ഭൂമിക അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം മുക്ത പറയണേ, എനിക്ക് വരാൻ കഴിയില്ല എന്നല്ലേ ഞാൻ അരവിന്ദനോട് പറഞ്ഞത്, അതുകൊണ്ട് എനിക്കിപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാനുള്ള മൂഡില്ല, തൽക്കാലം അരവിന്ദ് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് അരവിന്ദനെ പറഞ്ഞു വിടണം. ഇതൊക്കെ കണ്ടുകൊണ്ട് ഹൃതികയും ഡയാനയും അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുക്തയുടെ അടുത്തേക്ക് വരികയാണ്. എന്തിനാണ് ഇപ്പോൾ അയാൾ ഇവിടേക്ക് വന്നത്, ഇത് ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതാണ് അരവിന്ദ് എന്ന് പറഞ്ഞ് മുക്ത പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹൃതിക പറയാണ്, നല്ല പയ്യനാണല്ലോ, എന്നിട്ടാണോ നീ അയാളുമായിട്ടുള്ള വിവാഹം വേണ്ട എന്ന് പറഞ്ഞത്, നിന്നെ ഏതായാലും കൈലാഷ് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നിനക്കെന്താ ഈ അരവിന്ദിനെ വിവാഹം കഴിച്ചാൽ നല്ല ഭംഗിയുണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയും ഉണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ തന്നെ അങ്ങ് കല്യാണം കഴിച്ചോ എന്നങ്ങ് പറയുമ്പോൾ മുക്ത പറയാണ്, ഇനി മേലിൽ എന്നോട് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും സംസാരിച്ചേക്കരുത്, അങ്ങനെ നീ വല്ലതും സംസാരിച്ചാൽ പിന്നെ നീ എൻ്റെ റൂമിൽ താമസിക്കില്ല, നീ മറ്റേതെങ്കിലും റൂം അന്വേഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ മുക്ത അങ്ങ് പോവാട്ടോ. അപ്പോൾ ഡയാന പറയാണ്, അവൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് നീ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിച്ചത് എന്ന് പറയട്ടോ. പിന്നീട് ജയന്തിയും പാർവതിയും തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പ്രിയൻ അവരെ കൊണ്ടുവിടാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തിനാണ് അമ്മയുടെ കാലിലൊക്കെ വീണ് മാപ്പ് ചോദിച്ചത്, എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി എന്നൊക്കെ പ്രിയം പറയും. പാർവതി പറയാണ്, നിങ്ങൾ അനുഭവിച്ചതിൻ്റെ വിഷമത്തിൻ്റെ പകുതി പോലും ഇല്ലല്ലോ, എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല, എന്തിനാണ് ജയന്തി ചേച്ചി ഇവരെ കൂട്ടി ഇവിടേക്ക് വന്നത്, ഈ പാർവതി കൂട്ടി ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സ്വസ്ഥതയും തരണ്ടേ, അവൾക്ക് പ്രിയൻ്റെ അമ്മയെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ജയന്തി പറയട്ടോ. അപ്പോൾ പാർവതി പറയണേ, എന്തായാലും ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ട് സംസാരിക്കണമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലെങ്കിലും എൻ്റെ തെറ്റ് എന്നോട് ക്ഷമിക്കണം എന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ, എനിക്കിത് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയട്ടോ പാർവതി. അപ്പോൾ പ്രിയം പറയണേ, എന്നിട്ട് ഇനിയിപ്പോൾ സമാധാനം കിട്ടില്ലേ, ഇനി മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാലോ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഞാൻ മനസ്സമാധാനത്തോടു കൂടി തന്നെ ഞാൻ ഉറങ്ങും എന്നൊക്കെ പാർവതി പറയട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജയന്തിക്ക് ഒരു കോള് വരുന്നത്. ജയന്തിയുടെ അനിയത്തി വിളിക്കുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ചേച്ചി ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്ടോ. അങ്ങനെ ജയന്തി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജയന്തി പ്രിയനോട് പറയാണ്, പാർവതിയെ നീ ഒന്ന് ഹോസ്റ്റലിലാക്കി കൊടുക്ക് പ്രിയ, എന്നിട്ട് പാർവതി ഇനി ഹോസ്റ്റലിൽ എത്തിയ ശേഷം എനിക്ക് വിളിക്ക് എന്ന് പറഞ്ഞ് ജയന്തി അവിടെ നിന്ന് പോവട്ടെ. അങ്ങനെ പാർവതിയെ ഹോസ്റ്റലിലേക്ക് ആക്കാൻ വേണ്ടി കുറേ ഓട്ടോട് കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പ്രിയൻ പാർവതിയോട് ചോദിക്കുകയാണ്, അല്ല ഞാൻ എൻ്റെ ബൈക്കിൽ ഹോസ്റ്റലിലേക്ക് പാർവതിയെ ആക്കി തന്നാൽ അതിന് മറ്റെന്തെങ്കിലും കരുതുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പാർവതി പ്രിയനെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അത് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പ്രിയന് മനസ്സിലാകുമ്പോൾ, അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റായിട്ടാണ് പാർവതിക്ക് തോന്നിയതെങ്കിൽ വേണ്ട, എൻ്റെ ബൈക്കിലൊന്നും വരേണ്ട, ഞാൻ ഓട്ടോ കിട്ടാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അടുത്ത ഒരു ഓട്ടോ വരെ കാത്തു നിൽക്കാം, ഇരുട്ടാവുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പ്രിയം പറയുമ്പോൾ പെട്ടെന്നാണ് പാർവതി പറയുന്നത്, എനിക്ക് സമ്മതമാണ്, ഞാൻ നിങ്ങളുടെ ബൈക്കിൻ്റെ പുറകിൽ വന്നോളാം എന്ന് പറയട്ടെ. അപ്പോൾ പ്രിയൻ അങ്ങ് അതിശയിച്ചു പോവാണ്. പാർവതിക്ക് ഇപ്പോൾ എന്നോട് ദേഷ്യവുമില്ല എന്നെ സംശയവുമില്ല എന്നുള്ള കാര്യം പ്രിയന് മനസ്സിലാവാണ്. അങ്ങനെ പ്രിയൻ പാർവതിയെയും കൂട്ടി ബൈക്കിൽ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാണ്. അപ്പോൾ പ്രിയനാണെങ്കിലോ പാർവതി ബൈക്കിൽ കയറിയതോടുകൂടി വല്ലാത്തവർ സന്തോഷം വരാൻ കേട്ടോ. ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് പാർവതിയെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള സന്തോഷത്തിലാണ്, നല്ല ആസ്വദിച്ചിട്ടാണ് പ്രിയൻ പാർവതിയെ ഹോസ്റ്റലിലേക്ക് ആക്കി കൊടുക്കുന്നത്. അങ്ങനെ ഹോസ്റ്റലിലെത്തിയ ശേഷം പാർവതി ബൈക്കിൽ നിന്നും ഇറങ്ങാൻ കേട്ടോ. എന്നിട്ട് പ്രിയനോട് പറയാണ്, എന്നെ ഹോസ്റ്റലിലേക്ക് ആക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് പ്രിയൻ ചേട്ടാ എന്ന് പറയട്ടോ. എന്തിനാണ് പാർവതി എന്നോട് നന്ദിയൊക്കെ പറയുന്നത് എന്ന് പ്രിയൻ ചോദിക്കുകയാണ്. എന്നിട്ട് പാർവതി പറയാണ്, നല്ല സൂക്ഷിച്ച് പ്രിയൻ ചേട്ടൻ തിരിച്ചു പോയിക്കോ എന്ന് പറയുമ്പോൾ, ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് വണ്ടി ഓടിക്കാറുള്ളത് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, എന്നെ ആദ്യമായി ബസ് സ്റ്റാൻഡിൽ വന്ന് എന്നെ പ്രിയൻ ചേട്ടൻ ബൈക്കിൽ വന്ന് എടുത്തുകൊണ്ട് വന്നില്ല, ആ സമയത്ത് ഒരുപാട് കഴിഞ്ഞിട്ടാണ്, ഒരുപാട് സമയമെടുത്തിട്ടാണ് ഹോസ്റ്റലിലേക്ക് എത്തിയത്, പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ എത്തിയത് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പ്രിയം പറയാണ്, പുഞ്ചിരിയോട് കൂടി പറയാണ്, അന്ന് നീ എൻ്റെ കൂടെ ബൈക്കിൽ വന്ന സമയത്ത് നീ എന്നോടുള്ള ദേഷ്യത്തിലാണ് വന്നത്, അപ്പോൾ നിനക്ക് എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തണം എന്നുള്ള മനസ്സായിരുന്നു, പക്ഷേ ഇന്ന് നീ എന്നെ സംശയിക്കാതെ എന്നോടൊപ്പം വന്നത് നല്ല ധൈര്യത്തിലാണ്, അതുകൊണ്ടാണ് ഇവിടേക്ക് പെട്ടെന്ന് എത്തിയതുപോലെ നിനക്ക് തോന്നിയത്, അതെ ഞാൻ സ്പീഡിൽ ബൈക്ക് ഓടിച്ചിട്ടൊന്നുമില്ല എന്ന് പ്രിയം പറയട്ടോ. അങ്ങനെ പാർവതി ഹോസ്റ്റലിലേക്ക് കയറി പോവുകയാണ്.
പറയുകയാണ്. അപ്പോൾ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഞാനാണ് നിന്റെ ഗന്ധർവൻ എന്നുള്ളത് ഞാൻ നിന്നെ അറിയിക്കും പാർവതി എന്ന് മനസ്സിൽ പ്രിയൻ ചിന്തിക്കുകയാണ്.